ആദ്യം മധുരയിലേക്ക് പോവുകയാണ്. മധുരയിൽ മുരുക ഭക്ത സംഘവുമായി ഹിന്ദു മുന്നണി. മധുര വണ്ടിയൂർ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് മുരുക ഭക്ത സംഗമം. നാളെ നടക്കുന്ന സമ്മേളനത്തിൽ 6 ലക്ഷം മുരുക ഭക്തർ പങ്കെടുക്കുമെന്ന് ഹിന്ദു മുന്നണി അറിയിച്ചു. മുരുക ഭക്ത സംഗമത്തിൽ മുഖ്യ ആകർഷണമായി മുരുകൻ്റെ 6 പടൈ വീടുകളുടെ മാതൃകയും. വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഒരു വൻ സംഗമമാണ് നാളെ നടക്കുന്നത്. ഇതിനകം തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ തന്നെ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേക അജണ്ട വെച്ചാണ് ഹിന്ദു മുന്നണി ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഭരണകക്ഷി DMK രംഗത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയുണ്ട്? മധുര ആവേശത്തിലാണോ? അനിൽ നമ്പ്യാർ, തീർച്ചയായിട്ടും മധുരയിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം വലിയ ആവേശത്തിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ആ ഒരു മധുരയിലുള്ള മുരുക ഭക്തരുടെ ഒരു ആവേശം എന്നുള്ളത്. ദിവസവും 1 ലക്ഷത്തോളം ആളുകളാണ് അവിടെയുള്ള മുരുകൻ്റെ 6 പടൈ വീട് അതൊന്ന് കാണുന്നതിന് വേണ്ടി എത്തുന്നത്. ഈ സമ്മേളന നഗരിയിലാണ് 6 പടൈ വീട് ക്രമീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ മാതൃക ക്രമീകരിച്ചിരിക്കുന്നത്. ആ 6 പടൈ വീട് കാണുന്നതിന് തന്നെ ഇത്രയും വലിയ ഒരു ഭക്തജനങ്ങളുടെ ഒഴുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നടക്കുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാളെ 3 മണിക്കാണ് മധുരയിൽ ഈ വണ്ടിയൂർ ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ആ ഗ്രൗണ്ടിൽ ഈ മുരുക ഭക്തരുടെ മഹാസംഗമം നടക്കാൻ പോകുന്നത്. മുരുക ഭക്ത സംഗമത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈ സംഗമത്തിൽ മുരുക ഭക്തിഗാനങ്ങൾ, അതുപോലെ തന്നെ നൃത്തങ്ങൾ, ഒപ്പം 6 മണിക്ക് നാളെ വൈകിട്ട് 6 മണിക്ക് കന്ദഷഷ്ടി കവചം എല്ലാവരും ഒരുമിച്ച് ചൊല്ലുന്ന ഒരു ചടങ്ങ്. ഒപ്പം തന്നെ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്നുള്ളതാണ്. എൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊടിതോരണങ്ങളും മറ്റുമൊക്കെ കെട്ടി അലങ്കരിച്ച് വലിയ രീതിയിൽ തന്നെ ഈ ഒരു ഭക്ത സംഗമത്തിനെ, മുരുക ഭക്തരുടെ സംഗമത്തെ വരവേൽക്കാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിൽ ഒരുങ്ങിയിരിക്കുകയാണ് മധുര നഗരം ഒന്നടങ്കം എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മധുരയിൽ ഇത്തരത്തിൽ ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു മുരുക ഭക്തരുടെ സംഗമം, മഹാസംഗമം നടത്തുന്നതിൻ്റെ കാരണം നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രധാനമായിട്ടും ഈ തമിഴ്നാട്ടിലെ മണ്ണിൽ കഴിഞ്ഞ കുറച്ചേറെ കാലമായി സനാതന ധർമ്മത്തിന് നേരെയും അതുപോലെ തന്നെ മുരുക ഭക്തർക്ക് നേരെയൊക്കെ നിരന്തരം ആക്രമണങ്ങളും വെല്ലുവിളികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും ആദ്യം തുടങ്ങി വെച്ചത് ഈ മുരുകൻ്റെ പ്രധാനപ്പെട്ട സ്തുതിയായ കന്ദഷഷ്ടി കവചം. ആ സ്കന്ദഷഷ്ടി കവചം അതിനെ അവഹേളിച്ചുകൊണ്ട് DMK രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അന്ന് അതിനെതിരെ BJPയുടെ തമിഴ്നാട്ടിലെ സംസ്ഥാന അധ്യക്ഷനായ L മുരുകൻ വേലുമായിട്ടൊരു വേലി യാത്ര നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് അവർ അടങ്ങിയില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയായിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി കൂടെയാണ് തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ, ഈ സനാതനധർമ്മം മലേറിയയും ഡെങ്കു ഒക്കെ പോലെയാണെന്നും അത് താൻ തമിഴ്നാട്ടിൽ നിന്ന് ഇല്ലാതാക്കും എന്നൊക്കെ വലിയ രീതിയിൽ പ്രസംഗിക്കുകയും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പിന്നാലെ അടുത്തിടെ ഏറ്റവും ഒടുവിലായി നടന്ന ഒരു സംഭവം എന്നുള്ളത് ഈ മധുരയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ഈ 6 പടൈ വീടുകളിലെ ആദ്യത്തെ വീടായ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രം. ആ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് സ്ഥലത്തെ MP-യുടെ നേതൃത്വത്തിൽ തന്നെ ഒരു നോൺ-വെജ് ഭക്ഷണം അതിൻ്റെ മുകളിലിരുന്ന് ആ ക്ഷേത്രത്തിന് സമീപത്തിരുന്ന് അവർ കഴിക്കുകയുണ്ടായി എന്നുള്ളതാണ്. MP പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ MP ആണ്. ആ മുസ്ലിം ലീഗിൻ്റെ MP ആയ നവാസ്, ആ നവാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ നോൺ-വെജിറ്റേറിയൻ ഭക്ഷണം ക്ഷേത്രത്തിൻ്റെ മലയിൽ കയറി ഇരുന്ന് കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതുകൂടാതെ അവിടെ ഈ മൃഗബലിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും നടന്നു എന്നുള്ളതാണ്. ആടും പോത്തിനെയൊക്കെ കൊണ്ട് അറുക്കാനുള്ള ഒരു ശ്രമങ്ങളും അവിടെ നടന്നു എന്നുള്ളതാണ്. അവിടെ ഒരു സിക്കന്ദർ മലയാണ്, അതായത് ശ്രീകന്ദർ മല എന്നുള്ളതാണ് ഈ തിരുപ്പരംകുണ്ട്രത്തെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ സിക്കന്ദർ മലയാക്കി മാറ്റിക്കൊണ്ട് മുരുക ഭക്തർക്ക് നേരെയുള്ള ഒരു അവഹേളനം, അത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തുന്നൊരു കാഴ്ചയായിരുന്നു ഈ സംഭവത്തോടുകൂടെ ഈ തമിഴ്നാട്ടിൽ ഉണ്ടായത്. അതിൽ വലിയ രീതിയിൽ മനം നൊന്ത ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെതിരെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കുകയും
നടക്കുകയും മധുരയിൽ വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ പ്രതിഷേധവും മറ്റുമൊക്കെ നടക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുരുക ഭക്തർ എല്ലാവരും ഒരുമിച്ച് ഇത്തരം ഒരു സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത്, ഒരു ഭക്ത സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ ഒരു മുരുക ഭക്ത മഹാസംഗമം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് തന്നെ ഇവിടെ പോലീസ് അതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന ഭരണകൂടം അതിന് അനുമതി നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പലതരത്തിൽ അതിനു വേണ്ടിയുള്ള ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർ ഉന്നയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന്, ഈ പരിപാടിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഏത് ജില്ലകളിൽ നിന്ന് വരുന്നു ആ ജില്ലകളിലൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് അവർ പറഞ്ഞിരുന്നത്. മറ്റൊരു കാര്യമായി പറഞ്ഞത്, ഈ മധുര നഗരത്തിനകത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക പാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തുകയായിരുന്നു എന്നുള്ളതാണ്. ആ പരിപാടിയെ എങ്ങനെയും അലങ്കോലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു DMK-യുടെയും സർക്കാരിൻ്റെയൊക്കെ ലക്ഷ്യം എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദു മുന്നണി അതിൽ വളരെ ബുദ്ധിപൂർവ്വം ഈ സർക്കാരിൻ്റെയും DMK-യുടെയും പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചു. അങ്ങനെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഹിന്ദു മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായി എന്ന് മാത്രമല്ല, സർക്കാരിനെതിരെയും പോലീസിനെതിരെയൊക്കെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഹിന്ദു സമൂഹത്തിന് ഇത്തരത്തിലൊരു മുരുക ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എല്ലാവരുടെയും മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശത്തിൽ ഒരു ദൈവത്തെ വിശ്വസിക്കാനും ആ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒത്തുകൂടാനും ഒക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത വസ്തുതയല്ല. അത് തീർച്ചയായിട്ടും അനുവദിക്കേണ്ട കാര്യമാണ് എന്നുള്ളതായിരുന്നു കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചതെന്നുള്ളതാണ്. അങ്ങനെ കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ഉൾപ്പെടെ നേടിയെടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു വലിയ മഹാസംഗമം ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇതിനെതിരെ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ രാഷ്ട്രീയമായിട്ട് DMK-യും DMK-യുടെ സഖ്യകക്ഷികളായ ഓരോ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് BJP-യോ അല്ലെങ്കിൽ സംഘപരിവാറോ ഒക്കെ ഈ വിഷയത്തെ മുതലെടുക്കുകയാണ്. അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ ഭക്തരൊക്കെ സംഗമിക്കുകയാണെങ്കിൽ അത് DMK-ക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുമെന്ന് മുന്നേ കണക്കുകൂട്ടി തന്നെ പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന തരത്തിലൊക്കെ പല തരത്തിൽ ഇതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ DMK ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ യാതൊരു തരത്തിലും അനുകൂലമായിട്ടുള്ള നിലപാടൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ ഭക്തസംഗമത്തിലേക്ക് പങ്കെടുക്കാൻ വരുന്ന വാഹനങ്ങളും മറ്റുമൊക്കെ അനാവശ്യമായിട്ട് പലയിടത്തും പാർക്ക് ചെയ്യരുത്, അങ്ങനെ എന്നെല്ലാം തരത്തിൽ നമ്മൾ ജനം TV-യുടെ വാഹനം കൂടെ വരുന്ന സമയത്ത് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോഴും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റൊരിടത്തേക്ക് മാറ്റണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഈ പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ മുരുകഭക്ത സംഗമം അത് കവർ ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള മറ്റ് മാധ്യമങ്ങളും എത്തിയിട്ടുണ്ടോ, അതോ ജനം TV മാത്രമേ ഉള്ളൂ? നിലവിൽ അനിൽ നമ്പ്യാർ, നമ്മൾ ജനം TV മാത്രമേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റു കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ആരും തന്നെ ഇവിടെ നിലവിൽ എന്തായാലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അത് എത്താനുള്ള സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. നിലവിൽ നമ്മൾ ജനം TV വളരെ സമഗ്രമായിട്ട് തന്നെ ഈ വാർത്ത കവർ ചെയ്യുന്നുണ്ട്. നാളെ നമ്മളുടെ പ്രേക്ഷകർക്ക് ഇത് വളരെ വിശദമായിട്ട് തന്നെ ഈ മുരുക ഭക്ത സംഗമത്തിൻ്റെ ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്ക് നമ്മളുടെ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ വൈകുന്നേരം 6 മണിക്ക് ഈ മധുര നഗരത്തിലെത്തുന്ന മുരുക ഭക്തർ ഏകദേശം 5-6 ലക്ഷം ഭക്തർ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടാനും സാധ്യതയുണ്ട്. ഏതായാലും ആ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്കന്ദഷഷ്ടി കവചം അവർ ഒരുമിച്ച് ചൊല്ലുന്ന ഒരു കാഴ്ചയുണ്ടാകും. അതൊക്കെ അതിമനോഹര കാഴ്ചകളായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരുകൻ്റെ 6 പട വീട് തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാണുന്നതിന് വേണ്ടി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയൊക്കെ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയുണ്ട്. ഈ 6 പട വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ചിലപ്പോൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് 6 പട വീടുകൾ പ്രധാനമായിട്ടും 6 ക്ഷേത്രങ്ങളാണ് മുരുകൻ്റെ. ഒന്ന് തിരുപ്പരംകുണ്ട്രം, ഞാൻ നേരത്തെ പറഞ്ഞ തിരുപ്പരംകുണ്ട്രമാണ്. രണ്ടാമത്തെ തിരുച്ചെന്തൂരാണ്. മൂന്നാമത്താണ് പഴനി. നാലാമത്താണ് സ്വാമിമലൈ. അതുപോലെ 5-മത്തെ തിരുത്തണിയും 6-മത്തെ പഴമുതിർ ചോല. ഈ 6 ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിൽ തന്നെയുള്ള മുരുക ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ്. ഇതിൽ ഈ തിരുപ്പരംകുണ്ട്രം, മധുരയ്ക്ക് തൊട്ടടുത്തുള്ള തിരുപ്പരംകുണ്ട്രത്തിലാണ് മുരുക ഭഗവാൻ ദേവാനിയെ വിവാഹം ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസം. ഒപ്പം തന്നെ ഈ ഓരോ 6 പട വീടിലെ ഓരോ വീടുകൾക്കും പ്രത്യേക ഐതിഹ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഈ 6 പട വീടുകളും ഒരുമിച്ച് കാണുക എന്നുള്ളത് വലിയ വിശ്വാസപരമായിട്ട് ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തമിഴ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യമായിട്ടാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആ
പരിപാടി നടക്കുന്നതിന് മുൻപിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കാണുന്നതിനും അവിടെ ഓരോ വിഗ്രഹങ്ങളും എങ്ങനെയാണോ ക്ഷേത്രത്തിൽ അതേ രീതിയിലുള്ള മാതൃകയിലുള്ള വിഗ്രഹങ്ങളും മറ്റുമൊക്കെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ ആളുകൾ വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നുണ്ട്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമ്മേളനം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഹിന്ദു മുന്നണി നേതൃത്വത്തിലാണെങ്കിൽ പോലും മുരുക ഭക്തർ ഒന്നടങ്കം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടാവുന്ന ഈ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള മുരുക ഭക്തർക്ക് നേരെയുള്ള അതുപോലെ തന്നെ മുരുകന് നേരെയൊക്കെ ഉള്ള ഈ അതിക്രമങ്ങൾ, അവഹേളനങ്ങൾ, അതിനെതിരെ കൃത്യമായൊരു മെസ്സേജ് നൽകുക എന്നുള്ളത് തന്നെയാണ് മുരുക ഭക്തർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിന്ദു മുന്നണി അതിനെ നേതൃത്വം വഹിക്കുന്നു എന്ന് മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു പരിപാടി എന്നുള്ളത് അത് തീർച്ചയായും മുരുക ഭക്തരുടെ ഒരു സംഗമമാണ്, മുരുക ഭക്തരുടെ മഹാസംഗമമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും മധുര നഗരം ഒന്നടങ്കം ആ ഒരു മുരുക ഭക്ത സംഗമത്തിന് വേണ്ടി വലിയ രീതിയിൽ ഒരുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നാളെ എന്തായാലും ഗംഭീര കവറേജ് നമുക്ക് കൊടുക്കാം.